നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തെ ആർക്കും എന്ത് വേണമെങ്കിലും കേറി പറഞ്ഞ് മേഞ്ഞിട്ട് പോകാമെന്ന് ആരെങ്കിലും കരുതുകയാണെങ്കിൽ അതങ്ങ് തെറ്റിയെന്ന് ഷാഫി പറമ്പിൽ പറയുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തെ നെഞ്ചത്ത് തൊള വീഴും എന്ന് പറഞ്ഞ യൂട്യൂബർക്കെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തുകയാണ് ഷാഫി പറമ്പിൽ. യോഗയുടെ പോലീസാണോ രാഹുലിന്റെ നെഞ്ചത്ത് വെടിയുണ്ട വീഴുമെന്ന പരാമർശത്തിൽ പ്രിന്റുവിനെതിരെ കേസെടുക്കാത്തതിനെ വിമർശിച്ച ഷാഫി പറമ്പിൽ MP രംഗത്ത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആയാലും ശരി, ഷാഫി പറമ്പിലിനെതിരെ ആയാലും ശരി, ഒപ്പം രാഹുൽ ഗാന്ധിയെക്കുറിച്ചായാലും ശരി, ആരൊക്കെ എന്തൊക്കെ വിമർശനം ഉന്നയിച്ചാലും കൃത്യമായുള്ള മറുപടി ഷാഫി പറമ്പിൽ കൊടുക്കുമെന്ന് വ്യക്തമാവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ലോകസഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ BJP വക്താവ് മുഴക്കിയ ഭീഷണിയിൽ കേസെടുക്കാൻ തയ്യാറാകാത്ത പോലീസിനെതിരെ കോൺഗ്രസ് നേതാവും വടകര MP-യുമായ ഷാഫി പറമ്പിൽ രംഗത്ത്. രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിയുണ്ട കയറുമെന്ന് ഭീഷണി മുഴക്കിയ BJP മീഡിയ പാനലിസ്റ്റ് പ്രിന്റു മഹാദേവിനെതിരെ കേസെടുക്കാത്തതിനെതിരെയാണ് ഷാഫി വിമർശിച്ചത്. യോഗിയുടെ പോലീസ് ആയതുകൊണ്ടാണോ കേസെടുക്കാത്തത് എന്ന് ഷാഫി ചോദിച്ചു. യോഗിയുടെ കത്ത് വായിക്കുമ്പോഴുള്ള ആവേശമൊന്നും കാണിച്ചില്ലെങ്കിലും രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിയുണ്ട കയറുമെന്നൊക്കെ പറയുന്ന BJP വക്താവിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ കേരളത്തിലെ പോലീസ് മടിക്കുന്നത് എന്തിനാണ് എന്ന് ഷാഫി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വിമർശിച്ചു. വിഷയത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ KPCC ആഹ്വാനം ചെയ്തിട്ടുണ്ടെന്നും ഷാഫി പറമ്പിൽ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ പ്രിന്റുവിന്റെ വാക്കുകളെ അപലപിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശനും രംഗത്തെത്തിയിരുന്നു. ചാനൽ ചർച്ചയിലിരുന്ന BJP പേടിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും രാഹുൽ ഗാന്ധിയുടെ ദേഹത്ത് ഒരു തരി മണ്ണ് വാരിയിടാൻ ഇന്ത്യയിലെ ജനാധിപത്യത്തെ സ്നേഹിക്കുന്നവർ സമ്മതിക്കില്ല എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു. ന്യൂസ് 18 ചാനലിൽ നടന്ന സ്പെഷ്യൽ ഡിബേറ്റ് എന്ന ചർച്ചയ്ക്കിടെയാണ് BJPയുടെ മീഡിയ പാനലിസ്റ്റ് പ്രിന്റു മഹാദേവ് രാഹുൽ ഗാന്ധിക്ക് എതിരായ വിവാദ പരാമർശം നടത്തിയത്. അതേസമയം കൂത്തുപറമ്പ് മണ്ഡലത്തിൽ UDF നിയോജക മണ്ഡലം നടത്തിയ ജനമുന്നേറ്റ ജാഥ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഷാഫി. കൂത്തുപറമ്പിലെ വികസനം മുരടിപ്പിക്കുന്നതിനെതിരെ ജനമുന്നേറ്റം നടത്തുന്നത് പാനൂർ താലൂക്ക് ആശുപത്രി സർക്കാർ കടലാസിലൊതുക്കിയെന്നും ഷാഫി പറമ്പിൽ തുറന്നടിച്ചിരുന്നു. UDF മണ്ഡലം ചെയർമാൻ PPA സലാം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിമർശനം ഉന്നയിച്ചവർക്കും കൃത്യമായ മറുപടി ഷാഫി പറമ്പിൽ കൊടുത്തു. ഒപ്പം ഷാഫി താൻ ഒരു പെൺപിടിയനാണ് എന്ന് പറഞ്ഞവർക്കും കൃത്യമായ മറുപടിയും നടപടിയും എടുക്കാൻ ഷാഫി തുനിങ്ങിറങ്ങുകയാണ്. എന്തായാലും ഷാഫി പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ആർക്കും എന്തും പറയാനുള്ള ധൈര്യം, ആർക്കും എന്തും പറഞ്ഞിട്ട് കയറി മേഞ്ഞിട്ട് പോകാനുള്ള ധൈര്യം അത് എവിടെ നിന്ന് കിട്ടി എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ജനമുന്നേറ്റ ജാഥ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അങ്ങനെ വരുന്ന ഘട്ടത്തിലാണ് കൂടുതൽ നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് എന്നാണ് വ്യക്തമാകുന്നത്.